നിങ്ങൾ ദുബൈക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ ഞാനിത് പരീക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഗതിയോടുകൊണ്ട് ഞാൻ ഇരുന്നിട്ടുള്ളത്, എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ എക്കോണമി ക്ലാസ്സിൽ പോകണം. അങ്ങോട്ട് തിരിച്ചു പോകും. ആ ഇരിക്കുന്ന ആ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ അകത്തുള്ള എല്ലാവരും 2-3 വർഷത്തിൽ ഒരിക്കൽ മാത്രം നാട്ടിൽ വന്നിട്ട് പോകുന്നവരാണ്, തിരിച്ചു പോകുന്നവരാണ്. ഇവർക്ക് ആർക്കും പോകണമെന്നില്ല. സങ്കടപ്പെട്ട് വിഷമിച്ചാണ് ഇവർ പോകുന്നത്. അവരുടെ ഇടയ്ക്ക് നമ്മൾ ഇരുന്ന് 4 മണിക്കൂർ യാത്ര ചെയ്തിട്ട് അവിടെ ചെന്നിറങ്ങുമ്പോൾ നമ്മൾ പുല്ല് നാട്ടിൽ പോയാൽ മതിയായിരുന്നു. പുല്ല് എന്ത് ദുബൈ കോപ്പ്, എനിക്കെൻ്റെ ഭാര്യയും പിള്ളേരെയൊക്കെ കാണണം. അതുവരെ ഇല്ലാത്ത ചിന്ത നമുക്കുണ്ടാവും. കാരണം അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ തോട്ടിനെ അത് ബാധിക്കും. അതേസമയം ഫ്രണ്ടിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് വന്നിരിക്കുന്ന യൂസഫ് അലിക്കായിരിക്കാം. നമസ്കാരം. ആ 4 മണിക്കൂർ മതി ടു ചേഞ്ച് അവർ ലൈഫ് ഫോർ എവർ. ഈ ചിന്തകൾ നമ്മളെ ബാധിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഒരു ജയിലിൽ കിടക്കുന്ന ഒരാൾ, അവന് ഉമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുറേ ദിവസങ്ങളായിട്ട് ഇവൻ ഉമ്മയെ കൊല്ലണം എന്ന ചിന്ത സ്വപ്നം കാണുകയാണ് ഇവൻ ഉമ്മയെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഇവൻ ഒരു കൗൺസിലർ വന്നപ്പം പറഞ്ഞു, സാർ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉമ്മയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ സ്വപ്നം കാണുന്നത് എനിക്ക് ഇങ്ങനൊരു ടെൻഡൻസി വരുന്നത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ കൗൺസിലർ ജയിലറുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇതൊരാളിലല്ല, 2 ആളിലല്ല, 3 ആളിലല്ല, ഞാൻ കുറേ പേരിൽ ഈ ജയിലിൻ്റെ അകത്ത് ഇങ്ങനൊരു ടെൻഡൻസി കാണുന്നു. എനിക്കിതിനെക്കുറിച്ച് പഠിക്കാൻ അവസരം തരണം. പഠിക്കാൻ അവസരം കൊടുത്തു. അവരൊരു റിപ്പോർട്ട് വെച്ചത് ഞെട്ടിക്കുന്നതായിരുന്നു. അവിടുത്തെ പാചകക്കാരൻ, ജയിൽ പുള്ളിയാണ്, അവൻ്റെ ഉമ്മയെ കൊന്ന കേസിലാണ് അകത്ത് നിൽക്കുന്നത്. ഇവൻ ഈ പാചകം ചെയ്യുമ്പോഴും ഉമ്മയോടുള്ള കലിപ്പുള്ളിൽ വെച്ചിട്ടാണ് പാചകം. ആ ചിന്തയോടുകൂടി ഉണ്ടാക്കിയ പാചകം കഴിച്ചവർക്ക് ആ തോട്ടുണ്ടായി. ഫുഡ് കഴിച്ചവർക്ക് ആ തോട്ടുണ്ടായി. പവർ ഓഫ് തിങ്കിങ്. ഇത് ഈ എക്കോണമി ക്ലാസ്സിലിരിക്കുമ്പോൾ പ്രീമിയംകാർക്ക് പറ്റില്ല. അൾട്രാ പ്രീമിയംകാർക്ക് ഒട്ടും പറ്റില്ല. ദേ ഓൾവേസ് വാണ്ട് ടു സ്റ്റേ അവേ ഫ്രം ദം. നിങ്ങളുടെ ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. ദേ ഓൾവേസ് വാണ്ട് ടു സ്റ്റേ അവേ ഫ്രം നോർമൽ പീപ്പിൾ. അവർക്ക് ആ 50%-30% സർവീസ് അല്ല വേണ്ടത്. ദേ നീഡ് സംതിങ് എക്സ്ട്രാ.